നമസ്കാരം. പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. മനോഹരമായ ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു. പക്ഷേ ബന്ദികളെ പിടിച്ചു വച്ചാൽ അങ്ങനെയാവില്ല. നിങ്ങൾ മരിച്ചു എന്ന് കരുതിയാൽ മതി. ബുദ്ധിപൂർവമായ തീരുമാനമെടുക്കൂ, അല്ലെങ്കിൽ മുന്നിൽ നരകമായിരിക്കും. രാഷ്ട്രത്തലവന്മാരുടെ നയതന്ത്ര ഭാഷ വിട്ട് ഗസയിലെ ജനങ്ങളോട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി ഇങ്ങനെയായിരുന്നു. അമേരിക്കയുടെ പൊതുനയം മാറ്റി ഹമാസുമായി നേരിട്ട് ചർച്ച നടത്താനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് ഈ അന്ത്യശാസനം. എല്ലാ ബന്ധികളെയും ഉടൻ വിട്ടയക്കുക, കൊലപ്പെടുത്തിയവരുടെ മൃതദേഹങ്ങളും ഉടൻ കൈമാറുക, അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ അവസാനിച്ചു, ട്രംപ് കടുപ്പിക്കുകയാണ്. ഈ ബന്ദികളുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ ഒരു പോസ്റ്റ്. ഈ അന്ത്യശാസനത്തിലൂടെ ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഒട്ടും സുരക്ഷിതമായിരിക്കില്ല ഗസ എന്ന് തുടർച്ചയായി മുന്നറിയിപ്പുകൾ നൽകുന്നത് എങ്ങനെയാണ്? ഭീകര സംഘടനയുമായി നേരിട്ട് ചർച്ചകളില്ലെന്ന നിലപാട് അത് മാറ്റിവെച്ച് നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറായ ട്രംപാണ് ഇപ്പോൾ വീണ്ടും നിലപാടിൽ നിന്ന് പിന്നോക്കം പോകുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്നു, ഗസയിൽ വീണ്ടും യുദ്ധമോ? കേണൽ ഡിന്നി, ഡിഫൻസ് വിദഗ്ധൻ, ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, കേംബ്രിഡ്ജ് മേയർ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ, ഒപ്പം ശ്രീ PJ വിൻസെന്റ്, വിദേശകാര്യ വിദഗ്ധൻ, ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ എന്താണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നുള്ള നിലപാടിലേക്ക് പോകുമ്പോൾ ഇസ്രായേലിന് 2-3 വർഷത്തെ യുദ്ധം കൊണ്ട് സാധിക്കാതിരുന്ന കാര്യം എങ്ങനെ സാധിച്ചെടുക്കാമെന്നാണ് കരുതുന്നത് ട്രംപ്? ട്രംപിൻ്റെ ട്രാക്ക് റെക്കോർഡ് ശ്രീ രഞ്ജിത്ത് ഈസ് ഇംപെക്കബിൾ എന്ന് പറഞ്ഞാൽ, ട്രംപ് മുൻകാലങ്ങളിൽ നടത്തിയ വാർണിംഗ് അല്ലെങ്കിൽ സമീപ ഭൂതകാലത്ത് നടത്തിയ 3 കർശന അൾട്ടിമേറ്റങ്ങൾ, അതിലൊന്ന് ഗാസ യുദ്ധം അവസാനിപ്പിക്കണം, വെടിനിർത്തൽ കൊണ്ടുവരണം. താൻ അധികാരമേൽക്കുന്നതിൻ്റെ തലേന്ന് തന്നെ വെടിനിർത്തൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതൊന്ന്. 2, ഉക്രൈൻ വിഷയത്തിൽ താൻ ഇടപെടും എന്ന് പറഞ്ഞു. ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുന്നു. അത് ചെറിയ ഒരു തർക്കത്തിൽ നിന്നപ്പോൾ, സെലൻസ്കിയുടെ ഭാഗത്ത് നിന്ന് കട്ടയ്ക്ക് പ്രതിരോധമുണ്ടായപ്പോൾ പറഞ്ഞു, താങ്കൾ തിരിച്ചുപോയി ആലോചിച്ച് മര്യാദയ്ക്ക് വന്ന് ഞങ്ങളോടൊപ്പം നിന്ന് ഈ ധാതു കരാറിൽ ഒപ്പിടൂ, അങ്ങനെയെങ്കിൽ തങ്ങളുടെ ഉക്രൈൻ്റെ സുരക്ഷ അല്ലെങ്കിൽ ഉക്രൈനെ നിലനിൽക്കാനാവും. അതുകൊണ്ട് ഇണ്ണാറ വരച്ചുകൊണ്ട് സെലൻസ്കി ട്രംപിന് മുന്നിൽ അവസാനം അടിയറവ് പറയുന്ന കാഴ്ച കണ്ടു. അതിനു മുൻപ് തന്നെ കഴിഞ്ഞ മാസം 11-ാം തീയതി, ഫെബ്രുവരി മാസം 11-ാം തീയതി ഗാസയിൽ ഹമാസ് തടവിലാക്കിയ ആളുകളെ, ബന്ദികളെ മോചിപ്പിക്കുന്നതിന് ചെറിയ അലോസരം പറഞ്ഞപ്പോൾ അപ്പോഴും ട്രംപ് കർശനമായ ഒരു നിർദ്ദേശം വെച്ചു. ഇമ്മീഡിയറ്റ്ലി റിലീസ് ഓൾ ദ ഹോസ്റ്റേജസ് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്, അല്ല എങ്കിൽ ഹോൾ ഹെൽ വിൽ ബ്രേക്ക് ലൂസ് എന്ന് പറഞ്ഞാൽ അത് കേട്ടുകൊണ്ടാകണം, അല്ലെങ്കിൽ അതിനോടുള്ള റിയാക്ഷൻ എന്ന രീതിയിലാണ് ഹമാസ് തീർച്ചയായും 6 ബന്ദികളെ പിറ്റേന്ന് തന്നെ മോചിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. ഇപ്പോഴിതാ മറ്റൊരു അൾട്ടിമേറ്റം കൂടി വന്നിരിക്കുന്നു. റിലീസ് ഓൾ ദി ഹോസ്റ്റേജസ് ഇമ്മീഡിയറ്റ്ലി, ഇൻക്ലൂഡിങ് ദ 5 അമേരിക്കൻ ഹോസ്റ്റേജസ്. 5 പേരാണ്. 4 പേര് ജീവനോടെ ഇല്ല എന്നാണ് അവസാന കണക്കുകൾ. ഒരു അമേരിക്കൻ സിറ്റിസൺ ജീവനോടെ ഉണ്ട് എന്ന കണക്കാണ്. അപ്പോൾ 5 പേരെയും എന്ന് മാത്രമല്ല, ബാക്കിയുള്ള 56ഓളം പേരാണ് അവശേഷിക്കുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ കണക്ക്. അതിൽ ഒരുപക്ഷെ 24 പേരായിരിക്കും ജീവനോടെ ഉള്ളത്. എല്ലാവരെയും, ഡെഡ് ബോഡീസ് ഓർ പീപ്പിൾ അലൈവ്, മോചിപ്പിക്കുക. അതൊരു അൾട്ടിമേറ്റമാണ്. ഇത് സത്യത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, അമേരിക്ക ഇതുവരെയുള്ള നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ്. ഇതുവരെയുള്ള നയം മധ്യസ്ഥന്മാരിലൂടെ മാത്രമേ അമേരിക്ക ഭീകര സംഘടനകളുമായി സംസാരിക്കാറുള്ളൂ. അതുമാത്രമല്ല, ഹമാസിനെ 96-ൽ തന്നെ ഭീകര സംഘടനയായി അമേരിക്ക 97-ൽ പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം നേരിട്ടുള്ള ഹമാസും അമേരിക്കൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും തമ്മിൽ യാതൊരു ചർച്ചയും ഉണ്ടായില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ദോഹയിൽ വെച്ച് നടന്ന ചർച്ചയിൽ എടുത്ത ചില തീരുമാനങ്ങളാണ്, അല്ല എങ്കിൽ ആ ചർച്ച ഒരു വഴിയിലെത്തി നിൽക്കുകയാണ്. അതിനുശേഷമാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപിൻ്റെ ഒരു അന്ത്യശാസനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരുപാട് നയവ്യതിയാനങ്ങൾ ഇതിനകത്ത് കാണാം. ഒരുപക്ഷെ നയതന്ത്ര ഭാഷ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് അമേരിക്കയുടെ മൈറ്റ് പൂർണ്ണമായി വിനിയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപക്ഷെ അങ്ങനെ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്ന ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാകാം ഡൊണാൾഡ് ട്രംപ് ആ നിലപാടിലേക്ക് നിന്നത്. ഈ കഴിഞ്ഞ 3 പ്രാവശ്യം, ഞാൻ 4 കാര്യങ്ങൾ സൂചിപ്പിച്ചതിൽ 3 പ്രാവശ്യവും ട്രംപ് വിചാരിക്കുന്നിടത്ത് സെലൻസ്കിയുമായി വൈറ്റ് ഹൗസിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി എങ്കിൽ പോലും വീണ്ടും സെലൻസ്കി സാർ നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിൻ്റെ വഴിക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇവിടെ എന്താണോ ട്രംപ് ഉദ്ദേശിക്കുന്നത് അവിടേക്ക്
ഈ ആളുകളെ എത്തിക്കുക എന്നുള്ള അതിശക്തമായ നയം, അതിനുള്ള എന്തു മാർഗവും സ്വീകരിക്കുക എന്നത് ഇവിടെയും അദ്ദേഹം ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു സങ്കോചവുമില്ല. ലക്ഷ്യമാണ് ട്രംപിന് പ്രധാനം. അതിന് ഏതറ്റം വരെ പോകാനും ഏത് തരം ശക്തി ഉപയോഗിക്കാനും അദ്ദേഹം തയ്യാറാണ്. ഒരു കാര്യം മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിൽ: അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യം, അമേരിക്കൻ ജനതയുടെ താല്പര്യം. അതിന് അദ്ദേഹത്തിന് ലഭിച്ച മാൻഡേറ്റ് ആഘോഷിക്കുന്ന തിരക്കിലാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡും കൂടെ അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അമേരിക്കൻ പൗരന്മാർ ഒരാളെങ്കിലും കസ്റ്റഡിയിലുണ്ടെങ്കിൽ അത് മോചിപ്പിക്കണം. അങ്ങനെ അമേരിക്കൻ ഇലക്ടറേറ്റിന് അദ്ദേഹം കൊടുത്ത ചില വാഗ്ദാനങ്ങൾ അത് വളരെ പെട്ടെന്ന് തന്നെ, സമയബന്ധിതമായിട്ട് മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ ഒന്നൊന്നായി അദ്ദേഹം പറഞ്ഞു. നികുതിയുടെ കാര്യത്തിൽ, ടാരിഫിൻ്റെ കാര്യത്തിൽ പറയുന്നു, അദ്ദേഹം കുടിയേറ്റം ഒഴിപ്പിക്കുന്ന കാര്യം പറയുന്നു. പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ ദ്രുതഗതിയിൽ തന്നെ ആക്ട് ചെയ്യുന്ന, താൻ പറഞ്ഞതിന് പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് കാണിക്കുന്ന ട്രംപിനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇത് ട്രംപ് ഇച്ഛിച്ചത് നടക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ വരുന്നു. അത് അപകടമാണോ, ലോകത്തിന് അപകടമാണോ എന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ട്രംപിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ ട്രംപ് ഇതുവരെ തൊട്ടതെല്ലാം പൊന്നായി എന്ന് തന്നെ കരുതേണ്ടി വരും. തീർച്ചയായും ശ്രീ ബൈജു തിട്ടാല ഓരോ ദിവസവും എടുക്കുന്ന നിലപാടുകളിലൂടെ, അല്ലെങ്കിൽ ആ നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കുന്നതിലൂടെ, ഓരോ ദിവസവും നടത്തുന്ന പ്രസ്താവനകളിലൂടെ ലോകത്തെ അമ്പരപ്പിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇതിനു മുമ്പുള്ള അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ 5 വർഷമൊക്കെ ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിലായാലും ഇസ്രായേൽ ഹമാസ് പ്രശ്നങ്ങളിലായാലും ഒക്കെ സ്വീകരിച്ച നിലപാട് എന്താണെന്ന് നമുക്കറിയാം. അവിടെ നിന്ന് മാറിക്കൊണ്ട് ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നു. അദ്ദേഹത്തിൻ്റെ വാശികളും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളും നടക്കാനായി എന്തു മാർഗവും സ്വീകരിക്കുന്നു. ഭീഷണിയുടെ സ്വരമെങ്കിൽ അങ്ങനെ ഇപ്പോൾ തീർക്കുമെന്ന് പറയുകയാണ് ഒരു പ്രദേശത്തെ അപ്പാടെ. നമുക്കറിയാം, റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട് അവിടെ അദ്ദേഹം പറഞ്ഞത് ടൂറിസം കേന്ദ്രമാക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. ഇപ്പോൾ വളരെ ശക്തമായി തന്നെ ആ ജനം മൊത്തം ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ ബന്ദികളെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകില്ല എന്ന് പറയുന്നതിലൂടെ എന്താണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത്? എന്താണ് താങ്കൾക്ക് മനസ്സിലാവുന്നത്? അതായത് ഈ സിറ്റുവേഷനിൽ നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത് ഒരു ട്രംപിന്റെ വേർഷനായിട്ടോ അല്ലെങ്കിൽ ഹമാസിന്റെ വേർഷനായിട്ടോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ ക്രൈസിസ് ആയിട്ടോ കാണുന്നതിനേക്കാൾ ഉപരി ഇതിലെ ഫാക്ട് നമ്മൾ കൃത്യമായി അസസ് ചെയ്യുന്നതാണ് കൃത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഹമാസ് ഈ ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയും അവരെ ബന്ദിയാക്കി വെച്ചിരിക്കുന്നതും ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ, അതിനൊരു സംശയവുമില്ല. അറ്റ് ദ സെയിം ടൈം ട്രംപ് പറയുകയാണ് നിങ്ങൾ അവരെ റിലീസ് ചെയ്യില്ലെങ്കിൽ ഫിനിഷ് യു എന്ന് പറയുമ്പോൾ അതും നമുക്ക് ഈക്വലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് സമാധാനത്തിലൂടെ, ചർച്ചയിലൂടെ അവരുമായി നെഗോഷിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഹ്യൂമൻ മെസാക്കർ ഇല്ലാതെ, ഹ്യൂമൻ കറ്റാസ്ട്രഫി ഇല്ലാതെ ഈ വിഷയം തീർക്കുകയാണ് എങ്കിൽ അതാണ് ഇതിന്റെ ശരിയായ ഡയറക്ഷൻ. ഇപ്പോ ഒന്ന്, നിങ്ങൾ ഹമാസിനെ തീർക്കും എന്ന് ഇദ്ദേഹം പറയുമ്പോ ഇത് ഹമാസുമായി മാത്രം നിൽക്കുന്ന ഒരു പ്രശ്നമായി എനിക്ക് തോന്നുന്നില്ല. എന്തായിരിക്കും അദ്ദേഹം ഇന്റന്റ് ചെയ്യുന്നത്? ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അതായത് ആരെയാണ് അദ്ദേഹം ആക്രമിക്കാൻ പോകുന്നത്? അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ തന്നെ അത് ഓപ്പൺ ചെയ്യുന്ന ഡോർ എന്ന് പറയുന്നത് അതിഭയാനകമായ ഒരവസ്ഥയായിരിക്കും എന്ന് കാണുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഹമാസ് ഇവരെ അവിടെ പിടിച്ചുകൊണ്ട് പോയതും ബന്ദിയാക്കി വെച്ചിരിക്കുന്നതും ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് എ ഫാക്ട്. അത് പറയുമ്പോൾ തന്നെ ഇസ്രായേൽ പിന്നീട് പാലസ്തീനിൽ കാണിച്ച കുരുതിയും അതും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കിതിന്റെ ഹ്യൂമാനിറ്റേറിയൻ പെർസ്പെക്റ്റീവ് മാത്രമേ ഇതിനെ അസസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോ ഇത് ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ ബേസിസിൽ നമ്മൾ ഈവൻ ഇന്റർനാഷണൽ ലോ കൺസിഡർ ചെയ്ത് മാത്രം നമ്മൾ സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ പോകുന്നത്, എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഇതാണ്: എങ്ങനെയാണ് ഇതേ രീതിയിൽ ഇപ്പൊ തീർത്ത് കളയും എന്നൊരു രാഷ്ട്രത്തലവൻ പറയുന്നത്. ഇപ്പോ തീവ്രവാദികളാണെങ്കിലും അവരെ എങ്ങനെയാണ് ഉന്മൂലനം ചെയ്യും, ഇവരെ ഫിനിഷ് ചെയ്ത് കളയും എന്നുള്ളതാണ് ഈ മെസ്സേജിന്റെ ഒരു ആകെ തുകയായി എനിക്ക് തോന്നുന്നു. അതിനോട് നമുക്ക് എങ്ങനെ ഈവൻ കൺസീഡ് ചെയ്യാൻ പറ്റും? അക്സെപ്റ്റ് ചെയ്തോടെ നിൽക്കട്ടെ, കൺസീഡ് ചെയ്യാൻ പറ്റും. അതായത് വയലൻസിനെതിരെ മറ്റൊരു വയലൻസ് ഇവർ രണ്ടുപേരും കാണിക്കുന്നത്, അല്ലെങ്കിൽ ഹമാസ് ഇവരെ റിലീസ് ചെയ്യാതിരിക്കുന്നത് നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റബിൾ. അറ്റ് ദ സെയിം ടൈം ഇവർക്കെതിരെ ഇവരെയും ഹ്യൂമൻ കറ്റാസ്ട്രഫിയോടുകൂടി, ഹ്യൂമൻ സഫറിങ്സോടുകൂടി ഇതുവരെ പിടിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും കാണിക്കുന്നത് വയലൻസിന്റെ പാത്താണ്. ഈ രണ്ടുപേരുടെയും വയലൻസിന്റെ പാത്രനെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഗാസ ഞങ്ങൾ എടുക്കുകയാണ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. എന്താണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്റ്റാൻഡ് പോയിന്റ് എന്തായിരുന്നു? ഈവൻ ഇപ്പം സെലൻസ്കിയുടെ കാര്യം പറഞ്ഞല്ലോ, ആ വിഷയത്തിൽ പോലും യൂറോപ്പ് എടുക്കുന്ന സ്റ്റാൻഡ് എന്താണ്? അവിടെ അഗ്രഷൻ ആരായിരുന്നു?
യൂറോപ്പിൽ അല്ല ഈ യുക്രൈനിൽ ആരാണ് ദ റിയൽ അഗ്രസർ? അപ്പോ നമ്മൾ ഇതിൽ ഈ യഥാർത്ഥ പ്രശ്നത്തിന്റെ മെരിറ്റ് മനസ്സിലാക്കിയ മെരിറ്റിലൂടെ അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ ഈ 96-97 മുതൽ ഹമാസുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ വൈറ്റ് ഹൗസ് തയ്യാറായിരുന്നില്ല, യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറായിരുന്നില്ല. പക്ഷെ അവിടെ ആ നിലപാട് മാറുന്നു, അവരോട് സംസാരിക്കാൻ ട്രംപ് തയ്യാറാകുന്നു. പക്ഷെ അതിനിടയിലാണ് ഈ വീണ്ടും ഒരു മാറ്റം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യുന്നത്. അവിടെ ഈ വിട്ട ബന്ദികളുമായി, ഹമാസ് മോചിപ്പിച്ച ബന്ദികളുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഈ നിലപാട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം 5 അമേരിക്കക്കാർ ഇപ്പോഴും ഹമാസിന്റെ പിടിയിലുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് യാതൊരു അനുരഞ്ജനവും ഹമാസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് കാണുമോ ഒരു പക്ഷേ? അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. പെർഹാപ്സ് ദാറ്റ് മേ ബി ദ കേസ്. അതായത് ഈ ഇവരെ അവിടെ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ബന്ദിയാക്കി വെച്ചിരിക്കുന്നത് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു സംശയവുമില്ല. അത് പറയുമ്പോൾ തന്നെ അതിൽ ഇനിയും കൂട്ടക്കുരുതി നടത്താൻ പോവുകയാണ് എന്ന്, ആ കൂട്ടക്കുരുതിയെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പ്രശ്നം ഒരു നെഗോഷിയേഷനിൽ എത്തുകയും അതുവഴി ഈ വിഷയം സെറ്റിൽ ആവുകയും ചെയ്യുകയാണ്. ആ സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ ഐ എം ഗോയിങ് ടു ഫിനിഷ് യു, അല്ല ഞങ്ങളിപ്പം നിങ്ങളുടെ സ്വപ്നം എല്ലാം തകർത്ത് കളയും എന്ന് പറയുന്നത്, അത് ഒരു കാരണവശാലും ഈ നമ്മുടെ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള മൊത്തം ഉദാഹരണമായിട്ട് ഈ ഹമാസിനെതിരെ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ എവിടെയാണ് ആക്ഷൻ എടുക്കുന്നത്? അത് കറക്റ്റ് ഹമാസിന്റെ മുഴുവൻ എല്ലാ സ്വപ്നവും, എല്ലാ ഹമാസുകളുടെയും സ്വപ്നം തീർക്കുമെന്ന് പറയുമ്പോൾ എവിടെയാണ് ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്ന് അലയടിക്കാൻ പോകുന്നത്? ഹൗ ഈസ് ഗോയിങ് ടു ടേക്ക് ഒഫൻസീവ്? എവിടെയാണ് പോകുന്നത്? അത് പോകുമ്പോൾ ആ രാജ്യങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? സെലൻസ്കിയോട് ചോദിച്ചത് യു ആർ പുഷിംഗ് ദിസ് വേൾഡ് ഇൻ ടു ദ തേർഡ് വേൾഡ് വാർ. ഈസ് നോട്ട് എ സെയിം സിറ്റുവേഷൻ ഹിയർ. അതായത് ഇദ്ദേഹം അവരെ റിലീസ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് യൂസ് ചെയ്യുകയും യൂസ് ചെയ്താൽ അത് എവിടെയൊക്കെ ചെന്ന് കൊള്ളും, എവിടെയൊക്കെ ആയിരിക്കും ഇതിന്റെ റെപ്രക്കഷൻസ് ഉണ്ടാകുന്നത്? അതിലും ഭേദം ബ്ലഡ് ഷെഡ് ഒഴിവായി ഇത് ഏത് രീതിയിലാണോ ഇത് സെറ്റിൽ ആകുന്നത് ആ വിഷയത്തോടെ സെറ്റിൽ ആകുകയാണ് ചെയ്യേണ്ടത്. മറിച്ച് ഈ വീണ്ടും ഹ്യൂമൻ കറ്റാസ്ട്രോഫി ഉണ്ടാകാതിരിക്കുക, അതിന് നോക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എടുക്കേണ്ട തീരുമാനം. ഇപ്പൊ ഉദാഹരണത്തിന് ഫ്ലിപ്പ് സൈഡ് ഞാൻ പറയാം. ഇപ്പം യൂറോപ്പിലേക്ക് നിങ്ങൾ നോക്കുകയും യൂറോപ്പിലുള്ള ഈ റൈറ്റ് വിങ് പോപ്പുലിസം, ഇപ്പം കഴിഞ്ഞ ഇലക്ഷനിൽ ഈ 2000 മുമ്പ് നടന്ന ഇലക്ഷൻ മുമ്പ് നടന്ന് ജർമ്മനിയിൽ നടന്ന ഇലക്ഷനിൽ റൈറ്റ് വിങ് പാർട്ടി AFD 20% വോട്ടാണ് പിടിച്ചത്. ഇതിന്റെ മറ്റൊരു സൈഡാണിത്. അതായത് ഹിറ്റ്ലറിന്റെ പാർട്ടിക്ക് കിട്ടിയതിൽ കൂടുതൽ വോട്ടാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോ ഈ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന ഈ ക്രൈസിസിന് പണ്ടൊന്നും ഇതേ രീതിയിൽ മിഡിൽ ഈസ്റ്റിൽ യൂറോപ്പിൽ നിന്ന് ഇതേ റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മളിപ്പോ ഉദാഹരണമായിട്ട് എന്തുകൊണ്ടാണ് ഈ ക്രൈസിസ് ഉണ്ടാകുന്ന ഒരു യഥാർത്ഥ പ്രശ്നമാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ UN ഫോഴ്സ് പോയിട്ടുണ്ട്. ഞാൻ ബ്രിട്ടനിൽ 20 വർഷമായിട്ട് താമസിക്കുന്നതാണ്. ഞാൻ ആ ചെല്ലുന്ന കാലഘട്ടങ്ങളിലാണ് അഫ്ഗാനിലേക്ക് UN പീസ് കീപ്പിംഗ് ഫോഴ്സ് പോകുന്നത്. അവിടെ 20 വർഷം അവിടെ പീസ് കീപ്പിംഗ് നടത്തിയിട്ട് അവസാനം ആ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവിടെ നിന്നാണ് ഈ മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന ക്രൈസിസുകളുടെ, അതായത് അതിനൊക്കെ ഈ എല്ലാ പൊളിറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇതുമായി ലിങ്ക് ചെയ്യുന്ന ഒരു ഫ്ലിപ്പ് സൈഡാണ് ഞാൻ പറഞ്ഞത്. ഇതിലൊക്കെ നമ്മൾ ഫോഴ്സ് യൂസ് ചെയ്ത് ഇതിനെ വരുതിക്ക് വരുത്തുക എന്ന് പറയുന്നത് ശരി. ട്രംപ്, നമുക്കറിയാം ട്രംപിൽ നമ്മൾ മറ്റൊന്ന് പ്രതീക്ഷിക്കേണ്ട, ഒരു സമവായമോ അല്ലെങ്കിൽ ഒരു സമാധാന ശ്രമവും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അദ്ദേഹത്തിന്റെ രീതി അങ്ങനെ തന്നെയാണ്. ശ്രീ PJ വിൻസെന്റ്, ഒരു അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളുമാണ് ട്രംപ് പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വൈറ്റ് ഹൗസിൽ നടന്ന യുക്രൈൻ പ്രസിഡന്റുമായുള്ള ചർച്ചയ്ക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ലോകത്തെ അമ്പരപ്പിച്ചു. നമ്മൾ ഈ രാഷ്ട്രതലവന്മാർ പരസ്പരം ചർച്ചകൾ നടത്തുമ്പോഴും ഉഭയകക്ഷി ചർച്ച നടത്തുമ്പോഴും ഒക്കെ സംഭവിക്കുന്നതിനപ്പുറത്ത് ഒരു പ്രസിഡന്റൊക്കെ ഇങ്ങനെ പെരുമാറുമോ, വിളിച്ചു വരുത്തി വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുമോ എന്നൊക്കെ പറയുന്നത് നമ്മൾ അമ്പരപ്പിച്ചു. ഇവിടെയും പക്ഷേ ഏറ്റവും ഒടുവിൽ സെലൻസ്കിയെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ ട്രംപിന് സാധിച്ചു എന്നത് പ്രധാനമാണ്. ഇവിടെയും അനുനയത്തിൻ്റെ പാത സ്വീകരിക്കുന്നു. 3 വർഷമായി ഈ യുദ്ധം നടക്കുന്നു, സമാധാനം ഉണ്ടാകുന്നില്ല. ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ബന്ദികളെ കാണുമ്പോൾ അവർ അനുഭവിച്ച ക്രൂരതകൾ ട്രംപിനോട് അവർ പങ്കുവെക്കുന്നു. ഇതൊക്കെ സ്വാധീനിച്ച് കാണും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അപ്പോഴും എന്താണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് എന്നത് പ്രധാനമാണല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ തൻ്റെ ഈ പറഞ്ഞ നിലപാടുകളിലൂടെ പരിഹരിക്കാം എന്നുള്ള ആത്മവിശ്വാസം എങ്ങനെ വരുന്നു? ട്രംപിന് ഗസയുടെ കാര്യത്തിൽ, ഫലസ്തീന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കില്ല. ഉക്രൈന്റെ കാര്യത്തിൽ പറ്റും. കാരണം ഉക്രൈന്റെ പ്രതിരോധവും റഷ്യയോടാണ്. റഷ്യയുടെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്
യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയും കൊടുത്ത പണവും പരിശീലനവും ആയുധങ്ങളും ഉപയോഗിച്ചിട്ടാണ്. അതേസമയം അതുപോലെ ആയുധങ്ങൾ അമേരിക്ക ഇസ്രായേലിന് നൽകി. അമേരിക്കയുടെ ആയുധങ്ങൾ, അമേരിക്കയുടെ പണവും ഇസ്രായേലിന്റെ സൈന്യവും ഒക്കെ ചേർന്ന് ഈ ഇത്രകാലം അവിടെ യുദ്ധം നടത്തി ഗസ ഒരു മരുപ്പുറമ്പാക്കി മാറ്റിയിട്ടും ഈ ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടും ഇതേ ഹമാസുമായി ചർച്ച നടത്തേണ്ടി വന്ന സാഹചര്യമാണ് ഗസയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംഘടിതമായ ആക്രമണത്തെ നേരിട്ട് കൊണ്ടാണ് ഫലസ്തീൻ വിമോചന പ്രസ്ഥാനങ്ങൾ എല്ലാം തന്നെ നിൽക്കുന്നത്. ഇന്നിപ്പോൾ അതിൽ ഏറ്റവും ശക്തമായ ഒന്ന് ഹമാസാണ്. യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്നത് ഇന്ന് ഗസ മാത്രമാണ്. ഗസയിൽ മാത്രമാണ് ഇസ്രായേലിന്റെ സെറ്റിൽമെന്റ് ഇല്ലാത്ത, കുടിയേറ്റ കേന്ദ്രങ്ങളില്ലാത്ത ഫലസ്തീനികൾ അവരുടെ സ്വന്തം നാട്ടിൽ താമസിക്കുന്ന ഏക സ്ഥലം. ബാക്കി വെസ്റ്റ് ബാങ്ക് എല്ലാം പൂർണ്ണമായും 67% വെസ്റ്റ് ബാങ്ക് ഫലസ്തീനികളുടേതല്ല. അത് ഇസ്രായേലിന്റെ സെറ്റിൽമെന്റുകളും ഇസ്രായേൽ നിയന്ത്രിത പ്രദേശങ്ങളും എടുത്താൽ 67% വരുന്ന വെസ്റ്റ് ബാങ്ക് അവരുടെ കയ്യിലായി. ജൂത സെറ്റിൽമെന്റുകളാണ് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ്. ഇവിടെ ഈ ഫലസ്തീനിൽ അവര് സ്വന്തം നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് ഈ ട്രംപ് പറയുന്നത്. ന്യൂയോർക്കിൽ നിന്ന് അമേരിക്കക്കാരെല്ലാം അവിടുന്ന് ഉടനെ പിന്മാറിക്കൊള്ളണം, ഇവിടുന്ന് ഒഴിഞ്ഞു പോക്കോണം എന്ന് ഹമാസിന്റെ നേതാവ് പ്രഖ്യാപിച്ചാൽ എങ്ങനെ ഉണ്ടാവും? സമാനമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ നടത്തുന്നത്. ഗസയിൽ നിന്ന് നിങ്ങളെല്ലാം ഒഴിഞ്ഞു പോക്കണം, അത് നല്ല സ്ഥലമാണ്, ഞങ്ങൾ അവിടെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യും, അവിടെ തീരദേശ ടൂറിസം വളർത്തും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഉക്രൈന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഗസയുടെ കാര്യത്തിൽ സാധ്യമല്ല. കാരണം ഉക്രൈൻ പൂർണ്ണമായും അമേരിക്കയുടെ സാമ്പത്തിക സഹായത്തിലാണ് പ്രതിരോധം ചമച്ചത്. എന്നാൽ ഹമാസ് അങ്ങനെയല്ല. അവര് സ്വന്തം നിലയ്ക്ക് അവരെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച സഹോദരർ എന്ന് പറയുന്ന അറബ് രാജ്യങ്ങളുടെ പോലും പിന്തുണയില്ലാതെ സ്വന്തം നിലയ്ക്ക് പ്രതിരോധം വളർത്തി പോരാട്ടത്തിന്റെ അഗ്നിമുഖത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അവര് ഭീകരത ഒരു തന്ത്രമായി, ഒരു യുദ്ധതന്ത്രമായി പ്രയോഗിക്കുന്നതെന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ഒക്ടോബർ 7 ആക്രമണത്തെ ലോകം മുഴുവൻ തള്ളിപ്പറഞ്ഞത്. അതിനെതിരെ ശക്തമായ വിമർശനവും ഉന്നയിക്കുന്നത്. പക്ഷേ അതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ പറ്റില്ല. അവിടെ നടക്കുന്ന തുടർച്ചയായ സംഘർഷങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ ഒക്ടോബർ 7 പോലും നമുക്ക് വിലയിരുത്താൻ സാധിക്കൂ. അതുകൊണ്ട് ട്രംപ് പക്ഷേ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ 2016-20 കാലത്ത് നടത്തിയിട്ടുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് മിസൈൽ വിട്ട് കളിക്കുന്ന കുള്ളൻ എന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി അദ്ദേഹം വിളിക്കുകയുണ്ടായി. ഉത്തര കൊറിയക്കാർ തിരിച്ച് അദ്ദേഹത്തെ ബുദ്ധിസ്ഥിരതയില്ലാത്ത വൃദ്ധൻ എന്നും വിളിക്കുകയുണ്ടായി. അപ്പൊ അത്തരത്തിലൊക്കെ ഈ രാഷ്ട്ര നേതാക്കളെയും രാഷ്ട്രങ്ങളെയും അഭിസംബോധന ചെയ്യുന്ന ഒരു രീതി അദ്ദേഹത്തിന്റെ പ്രസിഡൻസിയുടെ ആദ്യ പാദത്തിൽ തന്നെ ട്രംപ് തുടങ്ങിയിരുന്നു. പക്ഷേ ഇതേ ഉത്തര കൊറിയയുമായിട്ട് സിംഗപ്പൂരിൽ പോയി സെന്റോസ ചർച്ച നടത്തുകയും ഉടമ്പടിയിൽ ഒപ്പിടാൻ നിർബന്ധിതമാകുകയും ചെയ്തു ട്രംപ്. ഇപ്പോ താലിബാനെ നിർമൂലനം ചെയ്യും എന്ന് പ്രഖ്യാപിച്ച അമേരിക്കയ്ക്ക് 2001 മുതൽ 2021 വരെ 20 വർഷം അഫ്ഗാനിസ്ഥാനെ സമഗ്രമായി കയ്യിൽ നിർത്തിയിട്ട് പാവ ഗവൺമെന്റിനെ വെച്ച് അഫ്ഗാൻ നിയന്ത്രിച്ചിട്ട് ഇതേ താലിബാന് തന്നെ അധികാരം കൈമാറി അവർക്ക് മടങ്ങിപ്പോരേണ്ടി വന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം രാജ്യം, ഞങ്ങളുടെ ഭൂമിയിൽ ഒരു രാജ്യം സ്ഥാപിക്കണം. 1948 രണ്ട് രാജ്യങ്ങളായിട്ട് യുണൈറ്റഡ് നേഷൻസ് ഫലസ്തീനെ വിഭജിച്ചതാണ്. എവിടെ ഫലസ്തീൻ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മണ്ണിൽ ഒരു രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ആളുകൾ അവര് അക്കൂട്ടത്തിൽ തീവ്രവാദികളുണ്ട്, ഭീകരത നയമായി സ്വീകരിക്കുന്നവരുണ്ട്, ഇതൊന്നും അല്ലാത്ത ഒരു സെൻട്രൽ മധ്യപാത സ്വീകരിക്കുന്നവരുണ്ട്. പക്ഷെ ഇവരുടെ എല്ലാം ലക്ഷ്യം എന്താ? ഇവരെ അമേരിക്കയിലെ പോയിട്ടോ അല്ലെ മറ്റേതെങ്കിലും രാജ്യത്തിൽ പോയിട്ട് ഭീകരപ്രവർത്തനം നടത്തുന്നുണ്ട്. അൽഖ്വയ്ദയെ പോലെ, ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോലെയോ, അബു സയ്യാഫിനെ പോലെയോ, ബൊക്കോ ഹറാമിനെ പോലെയുള്ള ഒരു തീവ്രവാദ സംഘമാണ് ഇവർ. അല്ലല്ലോ, ഇവര് സ്വന്തം നാട്ടിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, അവരുടെ നാടിനെ വിമോചിപ്പിക്കാൻ അവർക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ലല്ലോ. മറ്റേത് രൂപത്തിലാണ് അവർ സമരം ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതല്ലെങ്കിൽ അവർക്ക് സ്വന്തമായ രാജ്യം കൊടുക്കുക. പക്ഷെ ഇവിടെ സൗദി അറേബ്യയുടെ നയവും വളരെ പ്രസക്തമാണ്. അബ്രഹാമിക് അക്കോർഡ് ഉണ്ടായി UAE-യുമായിട്ടും മൊറോക്കോ ആയിട്ടും ബഹ്റൈനുമായിട്ടും ഒക്കെ ബന്ധങ്ങൾ നോർമലൈസ് ചെയ്തെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ രാജ്യം സൗദി അറേബ്യയാണ്. ഇപ്പോഴും സൗദി അറേബ്യ വെസ്റ്റ് ബാങ്കും ഗസയും ചേർത്ത് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി ഫലസ്തീൻ രാജ്യം സ്ഥാപിക്കണം എന്ന ആവശ്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല. അപ്പൊ ഇത്തരം ഒരു സാഹചര്യം അമേരിക്കയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സൗദി അറേബ്യയുടെ നിലപാട് വളരെ പ്രസക്തമാണ്.
അവർ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്യാതിരിക്കാനുള്ള കാരണം ഇതാണ്. ഇസ്രായേലുമായിട്ട് വളരെ അടുത്ത ബന്ധങ്ങളൊക്കെ സമീപകാലത്ത് സൗദി അറേബ്യക്ക് വളർത്തിയെടുത്തിട്ടുണ്ട്. തന്ത്രപരമായി അവർ സഹകരിക്കുന്നുണ്ട്. ആയുധ മേഖലയിൽ പരസ്പര സഹകരണം ഒക്കെ ശരിയാണ്. പക്ഷേ വെസ്റ്റ് ബാങ്കും ഗസയും ചേർത്ത് ഒരു സ്വതന്ത്ര രാജ്യം രൂപീകരിക്കുക, ഫലസ്തീൻ രാജ്യം, അതിന്റെ തലസ്ഥാനം കിഴക്കൻ ജെറുസലേം ആയിരിക്കണം. ഈ കാര്യം ശക്തമായി ആവശ്യപ്പെടുന്ന രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ കിഴക്ക് നിർണായകമായ സ്വാധീനം അമേരിക്കയിലുണ്ട്. സൗദി അറേബ്യയെ മാറ്റിവെച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് വെസ്റ്റ് ഏഷ്യയിൽ അവരുടെ രാഷ്ട്രീയവും സൈനികവും സാമ്പത്തികവുമായ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ട്രംപ് നരകം അങ്ങോട്ട് ഞങ്ങൾ ഒഴുക്കി വിടുമെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഒരു പരദീശയായി മാറിക്കിടക്കുകയാണെന്ന് തോന്നുന്നു ഗസയിൽ ഇപ്പൊ ഒന്നുമില്ല. അത് ഓൾറെഡി നരകമാക്കി മാറ്റിയിരിക്കുന്നു. ഇനി എന്താണ് അവരോട് ചെയ്യാനുള്ളത്? 23 ലക്ഷം ആ മനുഷ്യരോട് ഇനി എന്താ ചെയ്യാനുള്ളത്? അതുകൊണ്ട് ട്രംപിന്റെ ഈ വാചോടോപം ഏതായാലും ഗസയുടെ കാര്യത്തിൽ ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, ഫലസ്തീനികളുടെ പ്രതിരോധം അതിശക്തമായി മുന്നോട്ട് പോകുക ചെയ്യും എന്നാണ് ഞാൻ. ശ്രീ കേണൽ ഡെന്നി, ഇവിടെ നമുക്കറിയാം ഇതിനിടയിൽ കെയ്റോയിൽ നടന്ന ഉച്ചകോടിയിൽ ഈ ഗസ ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിന് ബദലായി ഒരു അംഗീകരിച്ചു. അത് ഈജിപ്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ബദൽ അംഗീകരിക്കുകയായിരുന്നു അറബ് ഉച്ചകോടിയും മറ്റും. അവിടെ ഇത്തരത്തിൽ സമാധാന ശ്രമങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഗസ പുനരുദ്ധരിക്കണം, അതിനായിട്ട് $5300 കോടി പദ്ധതിയൊക്കെ സമർപ്പിക്കുന്നു. അത് അറബ് ലോകം അംഗീകരിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അവിടെയാണ് ട്രംപ് വീണ്ടും കാര്യങ്ങൾ കടുപ്പിക്കുകയും ഇത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് വരികയും നമുക്കൊരു ആക്രമണം പ്രതീക്ഷിക്കേണ്ട ഒരുപക്ഷെ പെരുന്നാളിന് ശേഷം ഒക്കെ ആയിരിക്കാം ഇത് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ. ഇവിടെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിലയിരുത്തൽ നടത്തിയ ചില അന്താരാഷ്ട്ര വിദഗ്ധരൊക്കെ പറയുന്നത് ഒരു 3ാം ലോക മഹായുദ്ധം 10 വർഷത്തിനകം ഉണ്ടായേക്കാം എന്ന തരത്തിലൊക്കെയുള്ള വിലയിരുത്തലൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒരു വലിയ ശതമാനം ആളുകൾ അങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് ഈ ട്രംപിൻ്റെ ഇത്തരം നിലപാടുകൾ അതിനുകൂടി വഴിവെക്കുമെന്നുള്ള ഒരു ഭീതി പൊതുവെ ജനിച്ചിട്ടുണ്ടോ? ശ്രീ രഞ്ജിത്ത്, ഇതിനകത്ത് 2-3 കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ട്രംപ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു രീതിയിലുള്ള, ശ്രീ ജയശങ്കറിന്റെ ഭാഷയിൽ പറഞ്ഞ ഔട്ട് ഓഫ് സിലബസിൽ നിന്നുള്ള ഇന്റർനാഷണൽ റിലേഷൻസ്, അല്ലെങ്കിൽ ഡിപ്ലോമസി ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണ്, അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ അനാലിസിസ് ചെയ്യാമെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം മാത്രമേ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടീമിന് മാത്രമേ അറിയത്തുള്ളൂ അതിന്റെ എന്താണ് റിയൽ ഉദ്ദേശം എന്നുള്ളത്. അത് നമ്പർ 1. അതായത് വേറൊരു യാർഡ് സ്റ്റിക്കും അല്ലെങ്കിൽ വേറൊരു മാനദണ്ഡവും ട്രംപിന് കുറിച്ച് നമുക്ക് വേറെ എങ്ങും കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നത് നമ്മൾ അടുത്ത കാലത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. അതാണ് നമ്പർ 1. രണ്ടാമത്തെ പോയിന്റ്, ട്രംപിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ എല്ലാ പോളിസീസും അമേരിക്ക ഫസ്റ്റ് അല്ലെങ്കിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെ ഉള്ള ഒരു ബേസിസിലാണ് അദ്ദേഹം ചെയ്യുന്ന ഡിസിഷൻസ് എല്ലാം. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പൊ തന്നെ ഈ ഇലക്ഷൻ തന്നെ ഇപ്പം 2025 അദ്ദേഹം ജയിച്ചത്, 2024 ഇലക്ഷൻ നടന്ന് 20-ാം തീയതി അദ്ദേഹം ടേക്ക് ഓവർ ചെയ്തത് തന്റെ ഫോറിൻ പോളിസിയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും എന്നുള്ള ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു പെർസെപ്ഷൻ അമേരിക്കൻ ജനതയ്ക്ക് കൊടുത്തോണ്ടാണ്. അതായത് ഫോറിൻ പോളിസി ജോ ബൈഡന്റെ കാലത്ത് ഒരു വീക്ക്നെസ് ആയിരുന്നു, ഒരു ഫെയിലിയർ ആയിരുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിന് കൺവിൻസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പല സ്വിംഗ് സ്റ്റേറ്റ്സിലും, പ്രത്യേകിച്ച് അറബ് അമേരിക്കൻസ് പോലും ഉള്ള സ്വാധീനമുള്ള സ്റ്റേറ്റ്സിൽ പോലും ട്രംപിന് വ്യക്തമായിട്ടുള്ള ലീഡ് കിട്ടിയത്. കാരണം അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, ഞാൻ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ റഷ്യ യുക്രൈൻ വാർ നിർത്തും, ഞാൻ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ ഗാസയിലെ യുദ്ധം ഞാൻ നിർത്തും എന്ന് പറഞ്ഞിരുന്നു. 19-ാം തീയതി ജനുവരിയാണ് ഈ സീസ് ഫയറിന്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് വരികയും അടുത്ത ദിവസം തന്നെ ഒരു 6-7 പ്രിസണേഴ്സിനെ അവർ റിലീസ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇപ്പം സെലൻസ്കി ആയിട്ടുള്ള ചർച്ച എങ്ങനെയാണ് യുക്രൈനിലേക്കുള്ള ആ ഒരു റഷ്യ യുക്രൈൻ വാർ ഏത് രീതിയിലാണ് പോകുന്നതെന്നുള്ളത്. അപ്പം ട്രംപിനെ സംബന്ധിച്ചോളം ഫോറിൻ പോളിസി അദ്ദേഹത്തിന് ചെയ്യുമ്പോഴും അത് അവിടുത്തെ അദ്ദേഹത്തിന്റെ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി അദ്ദേഹം ഏത് നിലപാടും സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഇപ്പം അദ്ദേഹം ഒരു ബിസിനസ് മാൻ ആണ്. ബേസിക്കലി ഒരു ബിസിനസ് മാനിൽ ഒരു ബിസിനസ്സിൽ ഒരു ഡീൽ ചെയ്യുമ്പം പല രീതിയിലുള്ള നെഗോസിയേഷൻസ് ചെയ്യാൻ സാധിക്കും. ഒരു മാക്സിമലിസ്റ്റിക് അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ, അതായത് എനിക്ക് ആവശ്യം എവിടെയെങ്കിലും ഒരു 50-ഓ 60-ഓ എന്നുള്ള സ്കെയിലാണ് 100-ലെങ്കിൽ ഇദ്ദേഹം എടുക്കുന്ന ആദ്യത്തെ സ്റ്റാൻഡിൽ എനിക്ക് 100 വേണം എന്നുള്ള രീതിയായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ആദ്യമേ ഇദ്ദേഹം കയറി പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും അവിടുന്ന് വിട്ടുപോകൂ, ഞങ്ങൾ അതിനെ ഏറ്റെടുക്കാം. അതൊന്നും ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് അദ്ദേഹത്തിനും അറിയാം. അതായത് ഈജിപ്തും ജോർഡന്റെ അടുത്തും പറഞ്ഞ് നിങ്ങൾ ഈ പലസ്തീനിയൻസിനെ തിരിച്ചു അവരെ രാജ്യത്തിലേക്ക് വിളിക്കൂ, എന്നിട്ട് അവിടെ താമസിക്കൂ, മാത്രമല്ല
അവർക്ക് തിരിച്ചു വരാനുള്ള യാതൊരു അവകാശവും ഇല്ലാന്ന് കൂടി ചേർത്ത് പറഞ്ഞു. ഇപ്പം ഒരു കണക്കിന് ഒരു 3 to 4 years US തരൂ, അതിനെ എല്ലാം ശരിയാക്കി ഇതേ ആളുകളെ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാലും അത് മനസ്സിലാക്കും. പക്ഷെ അത് പറയുന്നത് ദർ ഇസ് നോ എന്താ പറയുക, ഒരു ഗ്യാരണ്ടി ഇവരെ തിരിച്ചു വരാനുള്ള എന്നും അത് കൂടെ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതൊരു മാക്സിമലിസ്റ്റിക് പോയിന്റ് ആണ്. അത് പറഞ്ഞ ഉടനെ അടുത്ത ഒരു കുറെ ദിവസം കഴിയുമ്പോഴാണ് ശ്രീ രഞ്ജിത്ത് പറഞ്ഞ പോലെ കൈറോയിലെ ഡിസ്കഷൻസ് നടക്കുകയും അറബ് രാജ്യങ്ങൾ ഒരു പ്രപ്പോസലായിട്ട് വരുന്നത് ഒരു 5-year ഡെവലപ്മെന്റ് പ്ലാൻ $53 billion സ്പെൻഡ് ചെയ്യാനും അതിനകത്ത് അവർ റീബിൽഡ് ചെയ്ത് ആളുകൾ അവിടെ ഗാസയെ റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ അവർ തയ്യാറായിട്ടുള്ള ഒരു പ്ലാൻ വരുന്നു. ആ പ്ലാനിനകത്ത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള സൊല്യൂഷനിൽ ഹമാസിനെ മാറ്റി നിർത്തി പലസ്തീനിയൻ അതോറിറ്റിയെ കൊണ്ടുവരണം എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഇസ്രായേൽ ആയാലും ശരി അമേരിക്ക ആയാലും ശരി അവർ കണ്ടതും ഇത് തന്നെയാണ്, ഹമാസിനെ അവിടുന്ന് മാറ്റുക. നേരത്തെ പി ജെ വിൻസെന്റ് പറഞ്ഞ പോലെ എനിക്ക് അതിനകത്തൊരു യോജിപ്പുണ്ട്. അതായത് ഹമാസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഹമാസ് എന്ന് പറഞ്ഞ ഒരു ഐഡിയ ആണ്, അതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണെന്ന് എനിക്ക് യാതൊരു സംശയമില്ലെങ്കിൽ തന്നെയും അത് ആ സാധാരണക്കാര മനുഷ്യന്റെ മനസ്സിനകത്ത് ഒരു തരത്തിലുള്ള ഒരു ഐഡിയോളജി കുത്തി നിറപ്പിച്ച് വെക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരെല്ലാം തോക്കും എടുത്തിട്ട് അവര് പല രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യന് ഒരിക്കലും നമുക്ക് ഒരിക്കലും നമ്മൾ അതിനെ എഗ്രി ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്കോ അപ്പുറം അവർ ക്രൂരത October 7th കാണിച്ച് അതിന് വേണ്ടിയുള്ള ന്യായീകരണം എന്തായാലും ശരി അതൊരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അറബ് രാജ്യങ്ങളും ഇസ്രയേലും US-ഉം ഒരു രീതിയിൽ ഹമാസിനെ അവിടെ പൊളിറ്റിക്കലി ഇറലവന്റ് ആക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മോഹൻ വർഗീസ്, നേരത്തെ താങ്കൾ പറഞ്ഞു നിർത്തിയത് ഈ ട്രംപ് സ്വീകരിക്കുന്ന ഈ നയങ്ങൾ ലോകത്തിന് എത്രത്തോളം അപകടമാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം ലോകക്രമത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തും, ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം ഈ കുടിയേറ്റക്കാരെയൊക്കെ പുറത്താക്കാൻ ട്രംപ് സ്വീകരിച്ച നടപടികളൊന്ന് സൈനിക വിമാനങ്ങളിൽ ഇവരെ അവരവരുടെ രാജ്യങ്ങളിൽ എത്തിക്കുക, ഇന്ത്യയിലും എത്തി. അതിൻ്റെ ചിലവ് വളരെയധികം വർദ്ധിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് നിർത്തിവെച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് ഡോളറാണ് അതിനൊക്കെ വേണ്ടി ഇതിനകം അമേരിക്ക ചിലവഴിച്ചത്. ഇങ്ങനെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു എടുത്തിയാട്ടം കൊണ്ട് അല്ലെങ്കിൽ നേരത്തെ വാഗ്ദാനം ചെയ്തെന്ന് വെച്ച് എന്തും മുന്നോട്ട് വെക്കുക, അത് ആ തരത്തിൽ നടപ്പിലാക്കുക, പിന്നീട് അത് അബദ്ധമാണെന്ന് കരുതി പിൻവലിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച ഒരു നേതാവ് കൂടിയാണത്. അത് എന്ത് തരത്തിൽ അമേരിക്കയല്ല മറ്റു രാജ്യങ്ങളെ ബാധിക്കുമെന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണണമല്ലോ. ശ്രീ രഞ്ജിത്ത്, ഈ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരുപാട് ടാക്ടിക്സ് ഉണ്ട്. അപ്പോൾ അതിൽ ട്രംപ് അഡോപ്റ്റ് ചെയ്യുന്ന ടാക്ടിക്സ് എന്ന് പറയുന്നത് ഇൻറ്റിമിഡേറ്ററി ടാക്ടിക്സ് ആണ്. ഭീഷണിപ്പെടുത്തി ബലപ്രയോഗം നടത്തുമെന്ന ധാരണ ഉണ്ടാക്കി ഒരൊറ്റ വെടി പോലും പൊട്ടിക്കാതെ തന്നെ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ എത്തിച്ചു നിർത്തുക എന്ന ട്രംപിൻ്റെ ഒരു രീതി, അത് ഇതുവരെ വിജയിച്ചിട്ടുണ്ട്. ട്രംപ് അധികാരത്തിലെത്തിയതിന് ശേഷമുള്ള ഈ 45 ദിവസങ്ങൾ, ഈ 45 ദിവസങ്ങളിലും ഒരുപക്ഷെ ട്രംപ് സെറ്റ് ചെയ്ത അജണ്ട അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായി മറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ അജണ്ടകളെ റീസെറ്റ് ചെയ്യേണ്ടി വന്നു. ഉദാഹരണത്തിന് ഈ ഗാസയുടെ കാര്യത്തിൽ ആദ്യ വെടി പൊട്ടിക്കുന്നത് ട്രംപ് തന്നെയാണ്. ഞങ്ങൾ ഗാസയെ റിവീറയാക്കി മാറ്റും എന്ന് ട്രംപ് പറയുമ്പോൾ വ്യക്തമായൊരു പദ്ധതി ഉണ്ട് എന്നൊരു പ്രതീതി. പദ്ധതിയൊന്നുമില്ല, വെറുതെ പറഞ്ഞതേ ഉള്ളൂ, ഒരു AI പിക്ചറൊക്കെ ഇട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ പദ്ധതി ഉണ്ട്. ട്രംപ് നനച്ചതേ മുടിപ്പവൻ, അല്ലെങ്കിൽ വിചാരിക്കുന്നത് നടത്തിയെടുക്കും എന്നൊരു ധാരണ ട്രാക്ക് റെക്കോർഡ് കൊണ്ടുണ്ടാകുന്നതാണ്. അങ്ങനെ ധാരണ വന്നപ്പോൾ ഇതാ പെട്ടെന്നതിന് അറബി രാജ്യങ്ങൾ, അറബ് ലീഗ് കെയ്റോയിൽ ഒത്തുകൂടേണ്ടി വന്നു. ഒത്തുകൂടി അതിനൊരു ബദൽ രൂപരേഖ, ബദൽ പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് വയ്ക്കേണ്ടി വന്നു. അത് ഒരു പക്ഷേ ട്രംപിന് കൂടെ സ്വീകാര്യമാണ്. കാരണം എന്ത് വന്നാലും അറബ് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട സൗദി അറേബ്യ ഉൾപ്പെടെ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിന് പുറത്ത് പോവില്ല എന്ന ട്രംപിൻ്റെയും അമേരിക്കയുടെയും ഒരു ആത്മവിശ്വാസം. അതുകൊണ്ട് ഇപ്പോൾ ഗാസയെക്കുറിച്ച് അറബ് രാജ്യങ്ങൾ പദ്ധതി കൊണ്ടുവരുന്നോട്ടെ. $52 ബില്യൺ പദ്ധതിയാണ്. അത് 3 ഘട്ടങ്ങളിലായി 5 വർഷം കൊണ്ട് നടപ്പാക്കിയെടുക്കുന്ന പുനരുദ്ധാന പദ്ധതി. ആ പദ്ധതിയിൽ ഹമാസിന് പങ്കാളിത്തം ഉണ്ടാകില്ല എന്ന് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉറപ്പുവരുത്താൻ കഴിയുന്നിടത്തോളം കാലം ഇസ്രയേലിൻ്റെ സുരക്ഷ നടക്കും. ട്രംപിൻ്റെ ആഗ്രഹങ്ങൾ, അമേരിക്കയുടെ താല്പര്യം ഇസ്രയേലിനെ സംരക്ഷിക്കുക എന്നതാണ് പ്രധാന താല്പര്യമെങ്കിൽ അതും നടക്കും. അതുകൊണ്ടാണ് ട്രംപ് ഇൻ എ വെയിൽഡ് അറ്റംപ്റ്റ് കഴിഞ്ഞ ദിവസത്തെ ആ ട്രൂത്ത് സോഷ്യലിലെ അദ്ദേഹത്തിൻ്റെ റിമാർക്കിൽ പറഞ്ഞ കാര്യം കുറച്ചുകൂടെ തലനാരിഴ കീറി പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ലുക്ക്, ഹമാസിൻ്റെ നേതാക്കളോട് പറയുകയാണ്, നിങ്ങൾ ഇവിടം വിട്ടു പോകണം, നിങ്ങളുടെ കാര്യത്തിൽ ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. അതേസമയം ഗാസയുടെ ജനങ്ങൾ
നിങ്ങൾക്ക് ഒരു സ്വർഗരാജ്യം, നിങ്ങൾക്ക് വസിക്കാവുന്ന ഒരു മനോഹര ഇടം സാധ്യമാകും, നിങ്ങൾ ക്ഷമിക്കുക, സഹിക്കുക, ഈ രീതിയിലാണ്. അപ്പോൾ ഇതൊരു ട്വിൻ ട്രാക്കാണ്. ഒരു വശത്ത് ചാട്ടവാർ എടുക്കുകയും മറുവശത്ത് ഒരു പറുദീസ കാണിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ആകെപ്പാടെ ഈ ഒറ്റയ്ക്ക് ഹമാസിൻ്റെ പിന്നിൽ എല്ലാ ഗസൻസും അണിനിരക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി തന്ത്രപൂർവ്വം ബുദ്ധിപൂർവ്വം കീപ് എ പീപ്പിൾ ഡിവൈഡഡ് എന്നുള്ളതാണ്. അതായത് ഹമാസിന് പ്രാതിനിധ്യമുള്ള ഒരു സർക്കാർ, ഒരു ഭരണ സംവിധാനം ഉണ്ടാകുന്നില്ല എന്ന ഉറപ്പ് വരുത്തുക. അതിന് അറബ് ലീഗ് തന്നെ ആ പദ്ധതി കൊണ്ടുവരികയും, അങ്ങനെയാണെങ്കിൽ അമേരിക്കയാരും പഠിക്കില്ലല്ലോ, അറബ് ലീഗിൻ്റെ പദ്ധതിയാണ്. അതിനടുത്ത് ടെക്നോക്രാറ്റുകൾ, ചില വിദഗ്ധന്മാർ, സാങ്കേതിക വിദഗ്ധന്മാർ എല്ലാം ചേർന്ന ഒരു ഇടക്കാല സംവിധാനം. അവിടെ മറ്റ് അറബ് രാജ്യങ്ങളുടെ ഉൾപ്പെടെ പ്രതിനിധികൾ, അവിടെ പാലസ്തീനിയൻ അതോറിറ്റി പോലും ആയിരിക്കില്ല, ഒരു ഇടക്കാല സംവിധാനം. ആ സംവിധാനം കാര്യമായ പണം റേസ് ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ്. അതുകൊണ്ട് ഇൻ്റർനാഷണൽ ഡോണേഴ്സ് വന്ന് ഈ ഉദ്ദേശിക്കുന്ന 52-53 ബില്യൺ, 5300 കോടി ഡോളർ റേസ് ചെയ്യുകയും ഇത് സമയബന്ധിതമായി ഈ പദ്ധതികൾ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 2 ലക്ഷത്തോളം ടെൻറ്റുകളാണ്, 2 ലക്ഷത്തോളം താൽക്കാലിക വസതികളാണ്. പിന്നീട് അത് പെർമനൻ്റ് വസതികളായി വന്ന് ഒരു 10-14 ലക്ഷത്തോളം പേരെ അധിവസിപ്പിക്കുന്ന രീതിയിൽ ആകെയുള്ളത് അവശേഷിക്കുന്നത് 21-21.5 ലക്ഷം പേര് മാത്രമാണ് ഗാസയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത്. അവരെ എല്ലാം തന്നെ അവിടുന്ന് മാറ്റാതെ തന്നെ ഈ പറയുന്ന ഹമാസ് പറയുന്നത് പോലെ തന്നെയാണ്. അവരെ ഇവിടുന്ന് മാറ്റേണ്ട ആവശ്യമില്ല. അറബ് രാജ്യങ്ങളും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂർണ്ണമായി അറബ് ജനതയെ അല്ലെങ്കിൽ ഗസൻസിനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ഒരു പരിഹാരം ഉണ്ടാവില്ല എന്ന് യാഥാർത്ഥ്യ ബോധമുള്ള ഓരോ അമേരിക്കക്കാരനും അറിയാം, ട്രംപിനും അറിയാം. പക്ഷേ നേരത്തെ കേണൽ ഡിന്നി പറഞ്ഞതാണ് അതിൻ്റെ ശരി എന്ന് പറഞ്ഞാൽ കയറ്റി അങ്ങോട്ട് പറയുക. ഒരു 100ന്റെ സ്കെയിലിൽ 100 തന്നെ ഞങ്ങൾക്ക് വേണമെന്നങ്ങ് പറയുക. 50-ഓ 60-ഓ കിട്ടിയാലും ലാഭം എന്നെണ്ണുന്ന പക്കാ കച്ചവട മനസ്സാണ് ട്രംപിൻ്റേത്. അതുകൊണ്ടാണ് പിടിച്ചടമെല്ലാം ജയിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടൊരു വിരട്ടാണ് വിരട്ടുന്നത്. ഈ വിരട്ട് യേശുന്നിടത്തോളം കാലം ഇങ്ങനെ പോകും. പക്ഷേ ഈ കപ്പൽ മുങ്ങുമ്പോൾ ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, ഇത്ര കാലം ഇത് തുടരും എന്ന് പറഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ രൂപവും ഭാവവും നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാനാവില്ല. ഇവിടെ ആഗോള ക്രമത്തെ തന്നെ അമേരിക്കൻ അജണ്ടയുടെ ഒരു പശ്ചാത്തലത്തിൽ കൊണ്ടുവരികയാണ് ട്രംപ്. പക്ഷേ ട്രംപിന് മാത്രമല്ല ബുദ്ധി എന്ന് ഓർക്കണം, മറ്റ് ലോകരാജ്യങ്ങളും റീഗ്രൂപ്പ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. ഇപ്പോൾ അമ്പരന്ന് നിൽക്കുകയാണ്. പക്ഷേ ദ വിൽ ബി റീ അലൈൻമെന്റ് ഓഫ് ദ ഫോഴ്സസ്. നമുക്ക് പ്രതീക്ഷിക്കാനാവാത്ത രീതിയിൽ റീ അലൈൻമെന്റും റീഗ്രൂപ്പിങ്ങും ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ അമേരിക്കൻ സ്കീം ഓഫ് തിങ്സ് നടക്കില്ല. അത് മാത്രമല്ല അമേരിക്കൻ ജനത തന്നെയാണ് കാലാകാലങ്ങളിൽ ചരിത്രത്തിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ, അമേരിക്കൻ നേതൃത്വത്തിൻ്റെ തിരുത്തൽ ശക്തി എന്ന് പറയുന്നത് ആഭ്യന്തര ജനാധിപത്യ ഘടനയാണ്. അമേരിക്കൻ പീപ്പിൾ വിൽ സ്പീക്ക് അറ്റ് ലാസ്റ്റ്. അതുകൊണ്ട് 4 വർഷത്തേക്ക് മാത്രം അധികാരത്തിലുള്ള ഡൊണാൾഡ് ട്രംപിന് ഒരു പരിധിക്കപ്പുറം ഇക്കാര്യത്തിൽ പോലും, ഗാസയുടെ കാര്യത്തിൽ പോലും പോകാനാവില്ല എന്നാണ് എൻ്റെ ടേക്ക്. അഡ്വക്കേറ്റ് ബൈജു തട്ടാല, നമുക്കറിയാം 45 ദിവസം ട്രംപ് അധികാരത്തിൽ വന്നിട്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് ജനത്തോട് പറഞ്ഞ കാര്യങ്ങൾ, അതായത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും, ഹമാസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടും, കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായ നടപടിയെടുക്കും, തീരുവ കാര്യത്തിൽ ലോകരാജ്യങ്ങളെ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതൊക്കെ പറഞ്ഞ് അത് അമേരിക്കൻ ജനതയോട് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അധികാരത്തിൽ വന്ന പ്രസിഡന്റാണ്. ഈ 45 ദിവസം ആയപ്പോഴേക്കും ഏതാണ്ട് ആ കാര്യങ്ങളിലൊക്കെ ശക്തമായ നിലപാടും ആ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമൊക്കെ ഏതാണ്ട് ട്രംപ് പാലിച്ച മട്ടും കൂടിയുണ്ട്. അങ്ങനെ ഒരു പ്രസിഡന്റായി കൂടി ട്രംപിനെ കാണാമല്ലോ. ഒപ്പം നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ കടുപ്പിച്ച് പറയുക, നടക്കട്ടെ എന്ന് വിചാരിക്കുക, അങ്ങനെ അമേരിക്കയുടെ വഴിക്ക് എല്ലാവരെയും കൊണ്ടുവരിക എന്നൊരു അതിബുദ്ധി കൂടി ട്രംപിനുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും ഒരു സെന്റൻസ് 2 വേർഡ് മോഹൻ വർഗീസിന്റെ കണ്ടെടുക്കുകയാണ്, ഇന്റിമിഡേറ്റിംഗ് ടാക്ടിക്സ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇന്റിമിഡേറ്റിംഗ് ടാക്ടിക്സ് തന്നെയാണ്. ഈ ഇന്റിമിഡേറ്റിംഗ് ടാക്ടിക് മോർ ഓർ ലെസ് വർക്ക്ഡ് ഇൻ യുക്രൈൻ. അതിന്റെ കാരണം യുക്രൈനിൽ സ്വാഭാവികമായിട്ടും യുക്രൈന്റെ ഒരു ജിയോഗ്രാഫിക്കൽ സെറ്റിങ്സും, അപ്പുറത്ത് നിൽക്കുന്ന അഗ്രഷർ സ്വാഭാവികമായിട്ടും റഷ്യയാണ്. യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ ഒരു റീഗ്രൂപ്പിങ്ങോ അല്ലെങ്കിൽ ഒരു പകച്ചു നിൽക്കുന്ന സിറ്റുവേഷനോ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇഫ് ട്രംപ് വർ ടു കട്ട് ദ സപ്ലൈ, അതായത് ഇപ്പൊ അമേരിക്ക സെലൻസിക്കുള്ള സപ്ലൈ കട്ട് ചെയ്താൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാമെന്ന് അറിയാൻ മേലാതെ നിൽക്കുന്ന വീക്കായി പോകുന്ന ഒരു സെലൻസ്കിയും യുക്രൈനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഹമാസ് ഇഷ്യൂവിൽ, മിഡിൽ ഈസ്റ്റ് ഇഷ്യൂവിൽ നമ്മൾ ഈ കൈറോ എഗ്രിമെന്റ് ആ ഡിസ്കഷനിൽ ഉള്ള ആളുകൾ, അതിൽ പങ്കെടുത്ത ആളുകൾ, അതിനോട് സഹകരിച്ച് നിന്ന ആ ഒരു കമ്മ്യൂണിറ്റി മൊത്തം
സ്വാഭാവികമായും യുക്രൈൻ ഉള്ളതിൽ കൂടുതൽ മൈറ്റി പവർഫോഴ്സ് മൈറ്റുള്ളവരാണ് സ്വാഭാവികം. അപ്പോ ഇവിടെ കൃത്യമായും ഈ യുക്രൈനിൽ സെലൻസ്കിയെ പിടിച്ചിട്ട് പോയിട്ട് അവിടെ ഇന്റിമിഡേറ്റിംഗ് ടാക്ടിക്കിലൂടെ ഒരു 50% വിജയിച്ചുവെങ്കിൽ ആ ടാക്ടിക്ക് അതുപടി ഇവിടെ അപ്ലൈ ആകില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ ഫേസ് ചെയ്യുന്നത്, അതായത് ആദ്യം ഇപ്പൊ തന്നെ യൂറോപ്പിൽ തന്നെ റീഗ്രൂപ്പിംഗിന്റെ ഏതാണ്ടൊക്കെ സ്റ്റേറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു നിങ്ങൾ കേട്ടു, ജർമ്മൻ അതായത് അധികാരത്തിലെത്താൻ പോകുന്ന രാഷ്ട്രീയ നേതാക്കളുടെ റെസ്പോൺസ് കണ്ടു. അപ്പൊ അവിടെ ഒരു റീഗ്രൂപ്പിംഗ് ഉണ്ടാവുകയും അതിലൊരു പക്ഷേ സെലൻസ്കി പതറിപ്പോവുകയോ അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാസ് റൂട്ടിലെ ജനങ്ങളുടെ റെസ്പോൺസ് മാറുകയോ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അതാണ് ഈ മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് അത് 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 കുരുടൻ ആനയെ കണ്ട പോലെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ ഹമാസിനെ ഇപ്പം കേണൽ പറഞ്ഞ പോലെ ഹമാസ് എന്ന് പറയുന്നത് അതൊരു ഐഡിയോളജി. ആ ഐഡിയോളജി കൊണ്ടാണ് കൊച്ചു പിള്ളേർ പോലും യുദ്ധവുമായി ഇറങ്ങുന്നത്. ആ ഐഡിയോളജി ഇല്ലാതാക്കി കളയുക. ആ ഐഡിയോളജി എവിടെയൊക്കെയാണ്, അതിന്റെ റൂട്ട് എവിടെയൊക്കെയാണ് ഉള്ളത് എന്നത് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇറ്റ്സ് ടു എയർലി ടു ഇവൻ പ്രെഡിക്റ്റ്. അപ്പോ അതേ രീതിയിലൊരു റെസ്പോൺസ് അവിടെ ഉണ്ടായാൽ അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തലത്തിലായിരിക്കാം. ഇപ്പൊ പറഞ്ഞില്ലേ, ഈ എക്സ്പേർട്സ് ഒക്കെ ഒരു മൂന്നാം ലോക മഹായുദ്ധം പോലും ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇതെങ്ങോട്ടായിരിക്കാം ഈ ആ മൂവ്മെന്റ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട്. പിന്നെ ഇതൊരു ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ പ്രോപ്പഗാണ്ട പോലെ എനിക്ക് തോന്നുന്നു. ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, അതായത് ആദ്യം കുറെ ആളുകളെ വണ്ടിയെ കയറ്റി വിടുന്നു, യുദ്ധവിമാനത്തിൽ കയറ്റി വിടുന്നു, മനുഷ്യാവകാശങ്ങളുടെ എല്ലാ ലംഘനങ്ങളിലൂടെയും ആളുകളെ അവിടുന്ന് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അവിടുന്ന് കയറ്റി വിടുന്നു, പിന്നീട് അത് പെട്ടെന്ന് നിർത്തുന്നു. ഹി വാണ്ടഡ് ടു ഗിവ് എ മെസ്സേജ് ആൻഡ് ഹി ഗേവ് ദ മെസ്സേജ്. അപ്പോ അത് തന്നെയാണ് ഇദ്ദേഹം ഇവിടെയും ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിനപ്പുറത്തേക്ക് ഇത് കടന്നാൽ അതിന്റെ കോൺസിക്വൻസ് വളരെ ഭയങ്കരമായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ. കാരണം ലോകരാജ്യങ്ങൾ എങ്ങനെ ഇതിനോട് റെസ്പോണ്ട് ചെയ്യും? യുക്രൈനിൽ അപ്പുറത്ത് നിൽക്കുന്ന റഷ്യയാണ്. റഷ്യയും അമേരിക്കയും നൗ ദേ ആർ ഇൻ ഗുഡ് ടേംസ്. സോ ഹി ക്യാൻ സംഹൗ പെർsuade റഷ്യൻ കൗണ്ടർ പാർട്ടിന് എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യങ്ങൾ കുറെ പെർsuade ചെയ്യാനും കുറെ കൺട്രോൾ ചെയ്യാനും പറ്റും. ആ ഒരു കോൺടെക്സ്റ്റിലാണ്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഈ റൂട്ടിലാണ് അദ്ദേഹം സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ റിപ്പർക്കഷൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വളരെ അപ്പുറത്തായിരിക്കും എന്നതാണ്. തിരിച്ചു വരാം സർ. ശ്രീ വിജയ് വിൻസെന്റ്, ഏറ്റവും ഒടുവിൽ ഇസ്രായേലിന്റെ ഒരു ആവശ്യം ഇന്ത്യയോട് എന്നുള്ളത് ഹമാസിനെ നിരോധിക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഈ ഉച്ചകോടിയിലടക്കം പങ്കെടുത്തു എന്നുള്ള ഹമാസ് നേതാക്കൾ പാക് അധിനിവേശ കാശ്മീരിൽ വന്നു. അവിടെ ചില റിപ്പോർട്ടുകൾ അത്തരത്തിൽ വന്നു, കാശ്മീർ ഐക്യദാർഢ്യ ദിനത്തിൽ. അങ്ങനെ നേരത്തെ ആക്രമണ സമയത്ത് പല സമയത്തും ഹമാസുമായി ബന്ധപ്പെടുത്തരം ആവശ്യം ഇസ്രായേൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയോട് ആവശ്യപ്പെടുന്ന ഹമാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശക്തമായ നിലപാട് വേണമെന്ന കാര്യത്തിലൊക്കെ അങ്ങനെ അത്തരം ചില നീക്കങ്ങൾ കൂടി നടക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോടൊക്കെ ചേർത്ത് വെക്കണം. തീർച്ചയായിട്ടും. ഇപ്പോ ഇന്ത്യ കാശ്മീരിൽ ഉണ്ടാകുന്ന സംഘർഷത്തിൽ കാശ്മീരിലെ അതിർത്തി കടന്ന തീവ്രവാദത്തേക്ക് ഹമാസ് പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹമാസിനെ ഇന്ത്യ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. അതിലൊന്നും ഒരു സംശയവുമില്ല. അപ്പോ നമ്മളിപ്പോ ഈ ഫലസ്തീനിൽ നിന്നുകൊണ്ട് ഫലസ്തീൻ പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഹമാസ് ആണ് ഇന്ന് അവിടെ പ്രതിരോധത്തിന്റെ മുൻനിരയിലുള്ളത്. ഇപ്പൊ ഇസ്രായേലുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് 1980-കളുടെ പകുതിയാകുമ്പോഴേക്കും ഇസ്രായേലുമായി തന്ത്രപരമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന പ്രസ്ഥാനമാണ് യാസർ അറഫാത്തിന്റെ അൽ ഫത്ത പാർട്ടി. അതുപോലെ ഫലസ്തീൻ അതോറിറ്റി പിന്നീട് ഓസ്ലോ പാക്ടിന്റെ ഭാഗമായിട്ടൊക്കെ രൂപപ്പെട്ടു. എന്താണ് വെസ്റ്റ് ബാങ്കിന്റെ ഇന്നത്തെ അവസ്ഥ? വെസ്റ്റ് ബാങ്കിന്റെ ഇന്നത്തെ അവസ്ഥ ഈ അൽ ഫത്ത പാർട്ടിയെയും മഹ്മൂദ് അബ്ബാസ് എന്ന് പറയുന്ന ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റിനെയും പൂർണ്ണമായി ഇസ്രായേൽ നിയന്ത്രിക്കുകയും അവരുടെ താല്പര്യങ്ങളെ ഫലസ്തീനികളുടെ മുഴുവൻ താല്പര്യങ്ങളും അവഗണിച്ചുകൊണ്ട് വെസ്റ്റ് ബാങ്കിൽ ഉടനീളം ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ അനുദിനം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫലസ്തീനികൾ അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് പറിച്ചെറിയപ്പെട്ട സാഹചര്യമാണ്
വെസ്റ്റ് ബാങ്കിലുള്ളത്. അതേസമയം ഗസയിൽ 2006 ഫലസ്തീൻ അതോറിറ്റി തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയ പാർട്ടിയാണ് ഹമാസ്. എന്നാൽ 2005 അവിടെ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായിട്ട് പിൻവലിഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഗസ മേഖലയിലെ ഹമാസിന്റെ പ്രതിരോധമായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ഇസ്രായേലിന് സെറ്റിൽമെന്റ് ഇല്ലാത്ത ഫലസ്തീനിന്റെ ഏക പ്രദേശം ഗസയാണെന്ന് കാണണം. ഗസയിൽ ഇന്ന് ഇസ്രായേലിന്റെ ഒരു സെറ്റിൽമെന്റ് പോലുമില്ല. ആ രൂപത്തിൽ ഫലസ്തീനികൾക്ക് അവരുടെ ഭൂമി പരിമിതമായ തോതിലെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഹമാസ് നടത്തിയിട്ടുള്ള പ്രതിരോധത്തിന് വലിയ പങ്കുണ്ട്. ഹമാസിനെ സ്വതന്ത്രമായി എടുത്ത് പരിശോധിച്ച് അവരുടെ പോരാട്ട രീതിയോടും അവരുടെ ടെററിസ്റ്റ് ടാക്ടിക്സിനോടൊക്കെ നമുക്ക് വിയോജിപ്പൊക്കെ രേഖപ്പെടുത്താം. അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഫലസ്തീനിയൻ റിയാലിറ്റിയിൽ സ്വന്തം ഭൂമിയിൽ അഭയാർത്ഥികളാക്കപ്പെട്ട ജനതയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അഭിമാനവും ഭൂമിയും അവരുടെ കയ്യിൽ നിലനിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഹമാസിന്റെ പ്രതിരോധം കൊണ്ടാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഹമാസ് ഒരു ആശയമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ട് ഹമാസ് എന്ന ആശയം ഉണ്ടാകുന്നു? ആ ജനതയ്ക്ക് നിങ്ങൾ അവരുടെ ഭൂമിയിൽ ഒരു രാജ്യം കൊടുക്കൂ. അത് കൊടുത്തിട്ടും അവർ തീവ്രവാദം ഭീകരതയും നടത്തുകയാണെങ്കിൽ ഓക്കെ, ട്രംപ് പറഞ്ഞ പോലെ നമുക്ക് കരിച്ചു കളഞ്ഞേക്കാം എന്നൊക്കെ പറയാം. അത് നടക്കാൻ പോകുന്ന കാര്യമില്ല. ഇത് അങ്ങേയറ്റത്തെ അനീതി ആ ഒരു ജനതയോട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് നിങ്ങൾ നീതിയോടുകൂടി പ്രവർത്തിക്കൂ, നിങ്ങൾ മാന്യമായി സംസാരിക്കൂ, നിങ്ങൾ യുദ്ധം ചെയ്യരുത്, നിങ്ങൾ ആയുധം കയ്യിലെടുക്കരുത് എന്നൊക്കെ പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത്? ഇനി രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും പുതിയതായി ട്രംപിന്റെ നയത്തിലുണ്ടോ? അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യ ശക്തിയുടെ പഴകി തഴമ്പിയ തന്ത്രങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടല്ലോ? നേരത്തെ രാജമൗലി സാറ് സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ, ഇന്റിമിഡേറ്റിംഗ് ടാക്ടിക്സ്. എത്രയോ ദശാബ്ദങ്ങളായി ലാറ്റിൻ അമേരിക്കയിൽ അവർ പ്രയോഗിക്കുന്ന ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി എന്നാണ് പറയുക. ആദ്യം ക്യാരറ്റ് കൊടുക്കും, പറഞ്ഞു കേട്ടില്ല തലയ്ക്കൊരു തല്ല് കൊടുക്കും. ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി, അതിനെ പുതിയ രൂപത്തിൽ ഇപ്പോൾ ട്രംപ് പ്രയോഗിക്കും എന്നുള്ളതാണ്. അമേരിക്ക അതിന്റെ പഴയകാല സാമ്രാജ്യത്വ സ്വത്വം പൂർണ്ണമായി തിരിച്ചെടുത്തു ട്രംപിൽ. അല്ലാണ്ട് ട്രംപിസത്തിലോ ട്രംപേരിക്കയിലോ പുതിയതായിട്ടൊന്നുമില്ല. അമേരിക്കയുടെ കൊളോണിയൽ സെറ്റിലർ സ്റ്റേറ്റ് എന്ന നിലയിൽ എങ്ങനെയാണോ അവര് റെഡ് ഇന്ത്യൻസിനെ ഉന്മൂലനം ചെയ്തത്, അന്ന് തുടങ്ങിയിട്ടുള്ള ആ സാമ്രാജ്യത്വ തന്ത്രത്തിന്റെ പുതിയ ഒരു വേർഷൻ, അത് ഈ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിലെ ഒരു രൂപം, അതാണ് ട്രംപ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? അത് അമേരിക്കയുടെ സാമ്രാജ്യത്വ സാമ്പത്തിക നയങ്ങളുടെ ഏറ്റവും ഫലപ്രദമായ മുഖം, ഏറ്റവും ശക്തമായി അത് മുന്നോട്ട് കൊണ്ടുവന്ന മുഖം എന്നുള്ളതാണ് ട്രംപ്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഉക്രൈന്റെ കാര്യത്തിൽ എടുത്താലും അല്ലെ മറ്റു ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ലോകത്തിൽ ചൈനയുമായിട്ടുള്ള വ്യാപാര യുദ്ധത്തിൽ അഭിമുഖീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർക്ക് മെറ്റൽ തെളിയിക്കേണ്ടി വരിക. ഇത് ചെറിയ ചെറിയ രാജ്യങ്ങൾ, പാവങ്ങൾ, അവർക്കൊന്നും ചെയ്യാനില്ല. ലോകത്തിലെ സൂപ്പർ പവറാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അമേരിക്ക. ഇങ്ങനെയുള്ള തന്നോട് യുദ്ധം ചെയ്യാനോ തന്റെ മുഖാമുഖം നിൽക്കാനോ ശേഷിയില്ലാത്ത മനുഷ്യരെ ചീത്ത വിളിക്കാൻ പറ്റും. അതാണ് സെലൻസ്കിയുടെ മുഖത്ത് നോക്കി അദ്ദേഹത്തിന് അത് പറയാൻ പറ്റിയത്. പക്ഷെ ഇതുപോലെ പറയാൻ എന്തുകൊണ്ട് ഉത്തര കൊറിയൻ നേതാവിന്റെ മുഖത്ത് നോക്കി, കിം ജോങ് ഉന്നിന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ എന്തുകൊണ്ട് ട്രംപിന് കഴിഞ്ഞില്ല? അവിടെ ഉത്തര കൊറിയയുമായിട്ട് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പ്രസിഡൻസിയുടെ കാലത്ത് തന്ത്രപരമായി സഹകരിച്ചുകൊണ്ട് നയതന്ത്ര മാർഗത്തിൽ ഉച്ചകോടി നടത്തി പ്രശ്നങ്ങൾ ടേബിളിന്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് ചർച്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറായല്ലോ. ശരി, തിരിച്ചു വരാം. ശ്രീ കേണൽ ഡെന്നി, ഇങ്ങനെ തന്റെ കാര്യം, തന്റെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ ട്രംപിന് അനവധി മാർഗങ്ങളുണ്ട്. അത് സ്വീകരിക്കുകയും ചെയ്യും, സംശയമില്ല. ഇവിടെ ലോക പോലീസ് എന്ന് അമേരിക്ക വിശേഷിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടമുണ്ട്. അതിലേക്ക് ആ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണോ ട്രംപിന്റെ ലക്ഷ്യം? അത് നമുക്കറിയാം, ആ ജനങ്ങൾ അത് അംഗീകരിച്ചുകൊണ്ടാണല്ലോ പ്രസിഡന്റായി രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലമൊക്കെ വന്നത്. തന്റെ വാഗ്ദാനങ്ങൾ രാജ്യത്തിന് ഗുണകരമായ വിധം നടപ്പിലാക്കുന്ന ഒരു പ്രസിഡന്റ് എന്നും ആ ജനത വിലയിരുത്തില്ലേ ട്രംപിനെ? തീർച്ചയായിട്ടും. ഒരു കാര്യം ട്രംപിനെ സംബന്ധിച്ചോളം അദ്ദേഹം എപ്പോഴും പറഞ്ഞുള്ളത്, അതായത് നമ്മൾ എല്ലാ കാര്യത്തിലും പോയി ഇടപെടേണ്ട എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നയം. ജോ ബൈഡന്റെ ഒക്കെ കാര്യത്തിൽ പലപ്പോഴും അദ്ദേഹം അഫ്ഗാനിസ്ഥാന്റെ ഇഷ്യൂ ആയാലും ശരി, റഷ്യൻ യുക്രൈൻ യുദ്ധമായാലും ശരി, അതൊന്നും അമേരിക്ക പോയി ഇടപെടേണ്ട കാര്യമല്ല എന്നാണ് ട്രംപ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ട്രംപിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഈ ഒരു സാമ്പത്തികമായിട്ട് അമേരിക്ക പിന്നോക്കം പോയി, ആ പിന്നോക്കം പോകുന്നതിനെ തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇപ്പൊ ഈ ട്രേഡ് വാർസ് മറ്റു കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ യുക്രൈൻ റഷ്യൻ വാറിലായാലും ശരി, അദ്ദേഹം US എത്രയോ $1 ബില്യൺ അവിടെ കൊടുത്തിട്ടുണ്ട്, 350 എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു.
അത്രയും ഡോളേഴ്സ് കൊടുത്ത് അതുകൊണ്ട് അമേരിക്കയ്ക്ക് എന്ത് ഗുണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ യുക്രൈന് അവിടെ ഈ മിനറൽസ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വേണ്ടി പ്രഷറൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിലൂടെ യുഎസിന്റെ കമ്പനീസിന്, യുഎസിന്റെ ബിസിനസ്സിന് അവിടെ ഒരു അഡ്വാൻറ്റേജ് വരാൻ വേണ്ടി, അതുപോലെ അപ്പൊ യുക്രൈന്റെ സോയിലില് അമേരിക്കൻ സൈനികരല്ലെങ്കിൽ തന്നെ ബിസിനസ്മാൻ ഉണ്ടെങ്കിൽ അതൊരു ഗ്യാരണ്ടി ആയിട്ട് കണക്കാക്കണം എന്നുള്ള രീതിയിലേക്കാണ്. അപ്പൊ എവിടെ നോക്കിയാലും ഒരു ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് അദ്ദേഹം കാണുന്നത്. അമേരിക്കയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യത്തിൽ അദ്ദേഹം ഇടപെടത്തില്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ചൈന ആയാലും ശരി, ഇന്ത്യ ആയാലും ശരി, മറ്റ് രാജ്യങ്ങളിൽ അവരുടെ ഫുൾ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് തന്നെ ആയിരിക്കും അദ്ദേഹം ഇടപെടുന്നത്. അപ്പൊ ഓരോ രാജ്യങ്ങളിലും ഓരോ രീതിയിൽ തന്നെ ആയിരിക്കും അദ്ദേഹം ഇടപെടുന്നത്. ഒരൊറ്റ കാര്യം കൂടെ ശ്രീ രഞ്ജിത്ത്, നേരത്തെ ശ്രീ പി ജെ വിൻസെന്റ് ഹമാസിനെ കുറിച്ച് പറഞ്ഞ അതിനകത്ത് ഒരു ചെറിയൊരു ഒരു വിയോജിപ്പ് എനിക്കുള്ളത്, ഈ ഹമാസ് ഗാസയിൽ വന്നത് തോക്കിന്റെ ബലത്തിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ അൽഫത്തയെ അവർ ഭീകരവാദത്തിന്റെ പ്രയോഗിച്ച് തന്നെയാണ് അവരെ അവിടുന്ന് അട്ടിമറിച്ചതും അവിടുത്തെ ഇലക്ഷൻസിനെ കുറിച്ചും പിന്നീട് ആണ് നടന്നതും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഇലക്ഷൻ നടന്നിട്ടില്ല. ഇസ്രായേൽ അവിടുന്ന് പോകുന്നത് ശരിയാണ്, അവർക്ക് അവിടുന്ന് അതിന് മുമ്പ് ധാരാളം പ്രഷറൈസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് പോയി കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ രീതിയിലേക്ക് ചെയ്യൂ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ഏരിയ ഫെൻസ് ചെയ്തിരുന്നു. അതായത് ഒരു കാലശാലം തിരിച്ചിങ്ങോട്ട് വരത്തില്ല എന്നുള്ള രീതി തന്നെയാണ് പോയത് ഈ ഇത്രയും 20 വർഷത്തോളമായിട്ട്. അപ്പൊ അവിടെ ഹമാസ് ആയിരുന്നു അവിടെ കംപ്ലീറ്റ് ഭരണം, ഹമാസ് ആയിരുന്നു അവിടുത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചത്. പക്ഷെ ഇത്രയും എയ്ഡ് വന്നിട്ടും അവർ ടണൽസ് ഉപയോഗിക്കാനും ടണൽസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്തത്. അവിടുത്തെ ആളുകൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് തന്നെ പറയും. അതുകൊണ്ട് ഹമാസ് പലസ്തീനിയന്റെ ഒരു രീതിയിലുള്ള ഒരു റെപ്രസെന്റേറ്റീവ് അല്ല. ആ രീതിയിൽ നമ്മൾ കാണരുത്. പലസ്തീൻ ഇഷ്യൂ ഇത് നമ്മൾ കൂടെ ഉണ്ട്, പക്ഷെ ഹമാസ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇനി എന്താണ് നമ്മൾ ട്രംപിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? കാരണം അദ്ദേഹം ഈ പറഞ്ഞ പോലെയുള്ള പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തിന്റെ ശൈലിയിൽ കടന്നു കഴിഞ്ഞു. ഇനിയും ഇത്തരം കാര്യങ്ങൾ ലോകത്തിന് കാണാം അല്ലെ അത്ഭുതത്തോടെ? ഇത് ഒരു വെടി പൊട്ടിക്കാൻ തുടങ്ങി ഒരു പടപെടാന്ന് ഒരു 6 ആഴ്ചക്കുള്ളിൽ തന്നെ പരമാവധി അമ്യൂണീഷൻസ് അല്ലെങ്കിൽ വാഗ്ധോരണികളിലൂടെ അദ്ദേഹം വെടി പൊട്ടിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിലെ ഒരു ബലപ്രയോഗം ഇപ്പോഴും അമേരിക്ക നടത്തിയിട്ടില്ല എന്ന് ഓർക്കണം. അതൊരു വ്യാപാര തലത്തിലെ യുദ്ധം മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിലേക്ക് കടന്നത്. മറ്റേതെല്ലാം വിരട്ട പണികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥ യുദ്ധം, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഷീ ജിൻപിങ് ആണ് മറുപക്ഷത്തെങ്കിൽ, അല്ല എങ്കിൽ ഈ സാക്ഷാൽ കിം ജോങ് ഉന്നാണ് മറുപക്ഷത്തെങ്കിൽ ഇതായിരിക്കുമോ നയം എന്നത് കാത്തിരുന്ന് കാണേണ്ടത്. അതുകൊണ്ട് ചെറിയ രാജ്യങ്ങൾ ഇപ്പം ഉക്കുന്നിടത്തെ ഒപ്പിക്കാവൂ എന്ന് പറയാറുണ്ടല്ലോ. അതുകൊണ്ട് ഉക്രൈൻ്റെ കാര്യത്തിലും ഗസയുടെ കാര്യത്തിലും അമേരിക്കയുടെ പിടിവാശി അല്ലെങ്കിൽ അമേരിക്ക ഉദ്ദേശിക്കുന്നിടത്ത് പിടിച്ചു കെട്ടാൻ ആവും എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചു. ഗാസയുടെ പൂർണ്ണമായി അങ്ങനെ ആയിട്ടില്ല, ഉക്രൈൻ ഏതാണ്ട് ആയി എന്ന് പറയാം. പക്ഷേ ഇത് വെച്ചിട്ട് അടുത്ത ഒരു 3.25 വർഷം ഇത് തന്നെ ആയിരിക്കും, ഇതേ ടെമ്പോ ട്രംപിന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കും എന്ന വലിയ ശുഭപ്രതീക്ഷയൊന്നും എനിക്കില്ല. അതുകൊണ്ട് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള പോളിസി മാത്രമേ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ ഒക്കൂ എന്ന് തന്നെയാണ്. തീർച്ചയായും നന്ദി ശ്രീ കേണൽ ഡെന്നി ഈ വിഷയത്തിൽ പങ്കെടുത്തതിന്. അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, കേംബ്രിഡ്ജ് മേയറാണ് അദ്ദേഹം. ഡോക്ടർ മോഹൻ വർഗീസ്, ഒപ്പം ശ്രീ പി ജെ വിൻസെന്റ് ഈ ചർച്ചയുടെ ഭാഗമായതിന്. നാളെ മറ്റൊരു വിഷയമായി എത്താം. നമസ്കാരം.